ചില ട്വിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നിയമജ്ഞരെയും ഫരിസേരെയും വിമർശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഈശോ പറയുകയാണ്, കപടനാട്യക്കാരായ നിയമജ്ഞരും ഫരിസേരെ നിങ്ങൾക്ക് ദുരിതം എന്ന് പറയുകയാണ്. എന്തായിരുന്നു അവരുടെ കപടനാട്യം? ഈശോ പറയുകയാണ്, നിങ്ങൾ പ്രവാചകന്മാരും നീതിമാന്മാരുമായവർക്ക് സ്മാരകങ്ങൾ പണിയുകയും അവരുടെ ശവകുടീരങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് വസിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഈ ദുർഗതി വരികയില്ലായിരുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പഴയ ആളുകളെ അവരെ ബഹുമാനിക്കുകയും എന്നാൽ മനസ്സുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ, പ്രവാചകന്മാരെ അവർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയെ ഈശോ കുറ്റപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു തരത്തില് നമ്മൾ വിശുദ്ധരെയൊക്കെ വണങ്ങുന്നവരാണ്. വിശുദ്ധരെ വണങ്ങുമ്പോഴും ചിലപ്പോഴെങ്കിലും ഈ വിശുദ്ധര് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിലെ നിയമജ്ഞർക്കും ഫരിസേർക്കും തുല്യമായിരിക്കും നമ്മുടെ സ്ഥാനം. എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർവികരെ വണങ്ങുന്നു, അവരുടെ ഓർമ്മ നമ്മൾ ആചരിക്കുന്നു, പക്ഷേ അവർ ജീവിച്ച പോലെ ജീവിക്കാനോ അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനോ നമ്മൾ തയ്യാറാകുന്നില്ല. ഈ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈശോയുടെ കയ്യിൽ നിന്നും നമുക്കും ശകാരം കിട്ടിയേക്കാം, നിങ്ങൾ കപട ജീവിതം നയിക്കുന്നു എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷഭാഗം വായിച്ചു കഴിയുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ വണങ്ങുന്ന വിശുദ്ധരെ കാണിച്ചു തന്ന മാതൃകയിൽ ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന വിശുദ്ധരെ ജീവിച്ച പോലെ അവരെനിക്ക് കാണിച്ചു തന്ന മാതൃകയിൽ കത്തോലിക്ക ജീവിതം നയിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കാം. എന്നും എല്ലാവരെയും സമൃദ്ധമായിട്ട്